കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് വെന്റിലേറ്ററിലാണ് എന്നുള്ളത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ജനകീയ വിഷയമാണ്. ആ കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മുടെ ആരോഗ്യ വകുപ്പ് അഴിമതി നടത്തുവാനാണ് ശ്രമിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ശ്രീമതി കെ ശൈലജ മറന്നുവെച്ച കത്രികയാണ് ഇന്നിപ്പോൾ ശ്രീമതി വീണ ജോർജ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളം ഹെൽത്തിയാണ് എന്ന് ബോർഡുകളിൽ എഴുതി വെച്ചത് കൊണ്ട് കേരളം ഹെൽത്തിയാകില്ല. നമസ്കാരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആരോഗ്യ മന്ത്രിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഉൾപ്പെടെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടന്നിട്ടുണ്ട്. അതായത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ റെയ്ത്ത് വെച്ചുകൊണ്ടാണ് പ്രതിഷേധം അതിര് വിട്ട് കടന്നു പോകുന്ന ഒരു പ്രവണത ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ നിലവിലിപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ ഭരണം മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് വെന്റിലേറ്ററിലാണ് എന്നുള്ളത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ജനകീയ വിഷയമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സാധാരണക്കാരന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലോ മെഡിക്കൽ കോളേജുകളിലോ കയറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആദ്യ ഇടതുപക്ഷ ഭരണകാലത്ത് 5 വർഷക്കാലം ശ്രീമതി കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം നമ്മൾ മറന്നിട്ടില്ല. അന്ന് കേരളം മുഴുവൻ കോവിഡ് കൊണ്ട് പ്രയാസപ്പെട്ട കാലഘട്ടത്തിൽ, ആ കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മുടെ ആരോഗ്യവകുപ്പ് അഴിമതി നടത്തുവാനാണ് ശ്രമിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടതാണ്. PPE കിറ്റ് വാങ്ങിക്കുന്നതിൽ ഉൾപ്പെടെ അഴിമതി നടത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അഴിമതി കഥകൾ കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, അസുഖവുമായി ഒരു ആശുപത്രിയിൽ എത്തുന്ന ഒരു രോഗിക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സർജറി കഴിഞ്ഞിറങ്ങുമ്പോൾ വയറ്റിൽ കത്രിക വെച്ച് മറന്നു പോകുന്ന സാഹചര്യം. അതിലേറ്റവും രസകരമായത്, കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുമ്പുള്ള 5 വർഷക്കാലം ശ്രീമതി കെ ശൈലജ മറന്നുവെച്ച കത്രികയാണ് ഇന്നിപ്പോൾ ശ്രീമതി വീണ ജോർജ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ 5 വർഷക്കാലം വയറ്റിനുള്ളിൽ കരുതി വെച്ചിരുന്ന കത്രിക കണ്ടെത്തുവാൻ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ ശ്രീമതി വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അഭിനന്ദനം അർപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ മഹിളാ കോൺഗ്രസുകാർ ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ അവരുടെ മുമ്പിൽ കോമാളിത്തരം കാണിക്കുന്ന ഒരു ഭരണകൂടമായി ഇന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മാറിയിരിക്കുകയാണ്. എന്ത് പ്രശ്നം പറയുമ്പോഴും അത് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ്? ഇപ്പോൾ പറഞ്ഞു അന്വേഷിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കുറെ അന്വേഷണങ്ങൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ത്രീ സുരക്ഷയില്ലാതെ മുമ്പോട്ട് പോകുന്ന കാലഘട്ടം കണ്ടതാണ്. സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റില്ല, ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല, ഇവരുടെ പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റില്ല. പാർട്ടിയിൽ പരാതി കൊടുക്കുന്ന സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ കമ്മീഷനെ വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലുള്ള കമ്മീഷനെയാണോ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വെച്ചത് എന്നുള്ളത് വ്യക്തമാക്കണം. പാർട്ടിക്കുള്ളിലാണോ അന്വേഷണം എന്നുള്ളത് വ്യക്തമാക്കണം. ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് മാത്രമല്ല, ഇവിടെ ഇത് ചെയ്ത ആരോഗ്യ വകുപ്പിലെ ആളുകളെ മാത്രമല്ല,
മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് രാജിവെക്കേണ്ടത്. വീണ ജോർജ് രാജിവെക്കുന്നത് വരെ കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരം സമരങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് ശക്തിയുള്ള സംഘടനയാണ് മഹിളാ കോൺഗ്രസ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാമെന്നുള്ളതാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പും ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ 10 മടങ്ങ് ശക്തിയോടെ കേരളത്തിലെ സ്ത്രീകൾ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ സമരം നടത്തും, പ്രതിഷേധം നടത്തും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ആരോഗ്യ വകുപ്പിനെ ഇട്ട് അമ്മാനമാടിക്കൊണ്ട് ആരോഗ്യ വകുപ്പിൽ വരുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാതെ കേരളത്തിലെ വിരിമാറിലൂടെ സഞ്ചരിക്കുന്ന ശ്രീമതി വീണ ജോർജ് എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും പറയാനുള്ളത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറിനുള്ളിൽ ഒരു കത്രിക 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓപ്പറേഷൻ നടത്തിയപ്പോൾ അതിലുണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. എത്ര പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതും കേരളം മനസ്സിലാക്കുന്നതുമാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആശുപത്രികളിൽ, ഹോസ്പിറ്റലുകളിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോലും സർജറി നടക്കുമ്പോൾ ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആ ഓപ്പറേഷനിൽ എവിടെയാണോ ചെയ്യുന്നത് ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് അകത്ത് വെച്ച് തിരിച്ച് ഓപ്പറേഷൻ തീർക്കുന്ന ഒരു സംഭവ വികാസം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഹർഷീനയുടെ ഉദാഹരണം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷീന അനുഭവിച്ച ദുരിതം, ഇപ്പോൾ ഉഷ അനുഭവിക്കുന്ന ദുരന്തം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജിന്റെ സമീപനവും പ്രതികരണവുമാണ്. ഒരു തരത്തിലും കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമീപനമാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് എന്താ? ഓപ്പറേഷൻ നടത്തിയത് മന്ത്രിയാണോ, ചികിത്സ തീരുമാനിച്ചത് മന്ത്രിയാണോ എന്നാണ് ഇത്രയും ധിക്കാരമായി സംസാരിക്കുന്ന, ധിക്കാരപരമായ ഒരു സമീപനമെടുക്കുന്ന, ഇത്രയും ഇനെഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രി ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ്. സ്ത്രീകൾ അഭിമാനിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖലയെ നയിക്കുന്നത് ഒരു വനിതയാണ് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ സ്ത്രീകൾ പറയുന്നു, മന്ത്രി വീണ ജോർജ് സ്ത്രീകൾക്ക് ഒരു അപമാനമാണ്, ആരോഗ്യ മേഖലയ്ക്ക് ഒരു അപായമാണ്. മന്ത്രി ആരോഗ്യ വകുപ്പല്ല, ഒരു അപായമാണ് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലുടനീളം ഇപ്പോൾ ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. അതിലെ ബോർഡുകളിൽ ഒരു പ്രധാനപ്പെട്ട അവരുടെ പരസ്യവാചകം എന്താണ്? കേരളം ഹെൽത്തിയാണ്. മുഖ്യമന്ത്രി, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ഉഷയുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? കാൽ ഓപ്പറേഷൻ ചെയ്യാൻ വന്നാൽ കൈ മുറിക്കുന്ന അവസ്ഥ, കൈ ഒന്ന് ചികിത്സക്ക് ചെന്ന് കഴിഞ്ഞാൽ കൈ വളയ്ക്കുന്ന ഒരവസ്ഥ. ഇത്ര കുട്ടികൾക്ക് പോലും ഇവിടെ മനസ്സമാധാനത്തോടു കൂടി ചികിത്സ ഒരു മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യം. കണ്ണോപ്പറേഷന് ചെന്നാൽ ചെവി ഓപ്പറേറ്റ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ഇവരുടെ PR വർക്കിന്റെ ഭാഗമായി കേരളം ഹെൽത്തിയാണ് എന്ന് ബോർഡുകളിൽ എഴുതി വെച്ചത് കൊണ്ട് കേരളം ഹെൽത്തി ആകില്ല. കേരളം ഹെൽത്തി ആകണമെങ്കിൽ അതിനുള്ള ആർജവം ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാകണം. അവർക്ക് ആർജവമില്ല, തീരുമാനങ്ങളില്ല, ഫോക്കസ് ഇല്ല, വിഷൻ ഇല്ല. അതിന്റെ ഉദാഹരണമാണ് ഒരു ഡോക്ടർ തന്നെ അവിടെ നിന്ന് പറയുകയാണ്, 5 വർഷമല്ല 50 വർഷം ഒരു കത്രിക വയറ്റിനകത്ത് കിടന്നാലും ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ ചോദിക്കുന്നു, മഹിളാ കോൺഗ്രസ് ചോദിക്കുന്നു, മന്ത്രി വീണ ജോർജിനോട് ചോദിക്കുന്നു, മന്ത്രി വീണ ജോർജിന്റെ വയറ്റിലാണ് ഈ 5 വർഷവും 50 വർഷവും കത്രിക ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നിസ്സാരമായി ഇതിനെ കാണുമായിരുന്നു. വീണ ജോർജ് രാജിവെക്കൂ.
പറ്റൂല, ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഈ സൈഡിലോട്ട് വരാതെ അങ്ങോട്ട് പോകും. എന്തായാലും ആരോഗ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൽ CPM-ന്റെ വാദം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്, ആ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന നൽകണം എന്നുള്ളതാണ്. അതേസമയം തന്നെയാണ് മറുവശത്ത് ഗുരുതരമായ വീഴ്ചകളാണ് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് വരും ദിവസങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.